പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ അബ്ദുറഹ്മാൻ കാളമ്പാടി. സുഖം തന്നെയല്ലേ? നമുക്കൊരു കഥ പറയാം. ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു ചിത്രകാരൻ ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കാൻ വന്നു. അദ്ദേഹം ആ നാട്ടിലെത്തിയ നിമിഷം മുതൽക്ക് ഒരുപാട് പേർ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ഇടയായി. അതിൻ്റെ ഇടയിൽ ഒരു വൃദ്ധനായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തെ കാണാൻ വരികയും അദ്ദേഹത്തോട് ചോദിച്ചു, സുഹൃത്തെ, എൻ്റെ ചില ചിത്രങ്ങളൊന്ന് നിങ്ങൾ പരിശോധിക്കുമോ? തീർച്ചയായും എന്ന മറുപടി കിട്ടിയ ഉടനെ തന്നെ വൃദ്ധനായിട്ടുള്ള ആൾ തൻ്റെ ബാഗിൽ നിന്നും താൻ വരച്ച കുറച്ച് ചിത്രങ്ങൾ ആ ചിത്രകാരന് കാണിച്ചു കൊടുത്തു. വേണ്ടത്ര കൃത്യതയില്ലാത്തത് കൊണ്ട് ചിത്രകാരൻ അദ്ദേഹത്തോട് പറഞ്ഞു, ക്ഷമിക്കണം, ചിത്രങ്ങൾ അത്ര പെർഫെക്റ്റ് അല്ല, മോശമായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഒരു യുവാവ് വരച്ച ചിത്രം എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ അതും കൂടി ഒന്ന് പരിശോധിക്കുമോ? വിലപ്പെട്ട സമയമാണ്. ചിത്രകാരൻ്റെ സമ്മതം കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹം കുറച്ച് പഴകിയ ചിത്രങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ആ ചിത്രം കാണുന്ന നിമിഷത്തിൽ ചിത്രകാരൻ്റെ കണ്ണുകൾ അത്ഭുതത്തോടു കൂടി വിടർന്നു വന്നു. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ. ചിത്രകാരൻ എണീറ്റ് നിന്നിട്ട് വൃദ്ധനോട് ചോദിച്ചു, ഈ യുവാവ് നിങ്ങളുടെ മകനാണോ? അല്ല. ഇത് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളാണോ? അല്ല. എനിക്ക് ആ യുവാവിനെ കാണണം, അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. ഉടനെ തന്നെ വൃദ്ധൻ ചിത്രകാരനോട് പറയുകയാണ്, ഞാൻ യുവാവാകുന്ന സമയത്ത് വരച്ച ചിത്രങ്ങളാണ് ഇത്. അന്ന് എൻ്റെ ഈ ചിത്രങ്ങൾ ഞാൻ പല ആളുകൾക്കും കാണിച്ചു കൊടുത്തു, ആരും അതിന് സപ്പോർട്ട് ചെയ്തില്ല. ഇപ്പോൾ എനിക്ക് അതോർത്ത് ഞാൻ സങ്കടപ്പെടുന്നു. ഈ ഒരു കഥയിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? ഒരാളുടെ കഴിവിന് വേണ്ട രൂപത്തിൽ പ്രോത്സാഹനം നൽകൽ അനിവാര്യമാണ്. അങ്ങനെ ഒരു പ്രോത്സാഹനം നൽകിയിട്ടില്ലെങ്കിൽ ആ കഴിവും ആ ലക്ഷ്യവും പാതി വഴിയിൽ മുറിഞ്ഞു പോകും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും കൂടി നമുക്ക് ഈ ഒരു കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മളുടെ കഴിവ് നമ്മൾ തന്നെ കണ്ടെത്തി അത് നമ്മളിൽ വിശ്വാസമുണ്ടാക്കി സംശയത്തിൻ്റെ ഒരു കണിക പോലുമില്ലാതെ പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ വിശ്വസിച്ച് ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഈ പ്രപഞ്ചം നമ്മുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ദിവസം അടുത്ത കഥയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.